നമസ്കാരം, ഞാൻ സുബിൻ ലാൽ, അൽമാസ് ഹോസ്പിറ്റലിലെ ക്ലിനിക്കൽ നഴ്സ് എഡ്യൂക്കേറ്ററാണ്. ഇന്ന് പത്രദൃശ്യ മാധ്യമങ്ങളിൽ നമ്മൾ ഒരുപാട് കണ്ടുവരുന്ന ഒന്നാണ് കോളറ. എന്താണ് ഈ കോളറ? ഈ കോളറയെ നമ്മൾ ഇത്രയധികം സൂക്ഷിക്കേണ്ടതുണ്ടോ? ജലത്തിലൂടെ പകരുന്ന അനേകം രോഗങ്ങളിലൊന്നാണ് കോളറ അല്ലെങ്കിൽ ഛർദ്യാതിസാരം. വിബ്രിയോ കോളറ എന്ന ബാക്ടീരിയ വഴിയാണ് ഈ രോഗം മനുഷ്യ ശരീരത്തിലെത്തുന്നത്. വൃത്തിഹീനമായ വെള്ളം, ഭക്ഷണം എന്നിവയിലൂടെ മനുഷ്യ ശരീരത്തിലെത്തുന്ന ഈ കോളറ ടോക്സിൻ എന്നൊരു വിഷപദാർത്ഥം ഉൽപ്പാദിപ്പിക്കുകയും ആ ഉൽപ്പാദനം വഴി ഒരു വ്യക്തി രോഗിയായി തീരുകയും ചെയ്യുന്നു. എന്തൊക്കെയാണ് രോഗലക്ഷണം? മനുഷ്യൻ്റെ മലവിസർജനത്തിലൂടെ പുറത്തുവരുന്ന ഈ ബാക്ടീരിയ ജലത്തിലൂടെ മനുഷ്യ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ പ്രധാനമായും വയറിളക്കവും ഛർദിയുമാണ് കാണപ്പെടുന്ന ലക്ഷണങ്ങൾ. അതും വളരെ നേർത്ത തരത്തിൽ കഞ്ഞിവെള്ളം പോലുള്ള മലമാണ് കോളറയുടെ ഏറ്റവും പ്രധാന ലക്ഷണം. അതുകൊണ്ട് തന്നെ ശരീരത്തിലെ ജലാംശം വളരെയധികം നഷ്ടപ്പെടുകയും അതുവഴി രോഗിക്ക് BP കുറയുകയും ബോധക്ഷയം വരെ സംഭവിക്കുകയും ചെയ്യാറുണ്ട്. രോഗിക്കുണ്ടാകുന്ന ഛർദി മൂലം വെള്ളം കുടിക്കുന്നത് പോലും പലപ്പോഴും ശരീരത്തിലെ ജലാംശം നിലനിർത്താൻ സഹായിക്കാതെ വരും. എന്താണ് ചികിത്സ എന്ന് നോക്കാം. ഈ പറഞ്ഞിരിക്കുന്നതിൽ എന്തെങ്കിലും രോഗലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഉടനടി വൈദ്യസഹായം തേടുക എന്നതാണ് ഏറ്റവും പ്രധാനം. കാരണം ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് വളരെ വേഗത്തിൽ പകരുന്ന ഒന്നാണ് ഈ കോളറ. എങ്ങനെ പ്രതിരോധിക്കാം? മലവിസർജനത്തിന് ശേഷം കൈകൾ വൃത്തിയായി കഴുകുക. തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കാൻ ഉപയോഗിക്കുക. തുറസായ സ്ഥലങ്ങളിലെ മലമൂത്ര വിസർജനം പാടെ ഒഴിവാക്കുക. പഴങ്ങളും പച്ചക്കറികളും നന്നായി കഴുകി മാത്രം ഉപയോഗിക്കുക. കടൽ വിഭവങ്ങളായ ഞണ്ട്, ചെമ്മീൻ എന്നിവ നന്നായി കഴുകി മാത്രം ഉപയോഗിക്കുക. നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളത്തിൻ്റെ ശുചിത്വം തീർച്ചയായും ഉറപ്പുവരുത്തുക. ഒരു രോഗിയാവുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് രോഗത്തെ പ്രതിരോധിക്കുക എന്നത് തന്നെയാണ്. കോളറയ്ക്കെതിരെയുള്ള ഈ പ്രതിരോധ യാത്രയിൽ നമുക്കും പങ്കുചേരാം. താങ്ക് യു.